കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് തിരുവിലാമല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഔഷധക്കഞ്ഞിയുടെയും കർക്കിടക ഔഷധ മരുന്ന് വിതരണത്തിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില സി കർക്കിടക മാസാചരണ ചികിത്സയുടെയും ഔഷധക്കഞ്ഞിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാരും പൊതുപ്രവർത്തകരും തദ്ദേശ നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. നമുക്കറിയാം, കർക്കിടകം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കർക്കിടകത്തിൽ മാത്രമാണോ കർക്കിടക കഞ്ഞി, അങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ പൊതുവെ ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ പൊതുവെ മഴക്കാലം അല്ലെങ്കിൽ വർഷ ഋതു എന്ന് പറയുന്ന ഇതിലാണ് വരുന്നത്. അപ്പൊ പൊതുവെ നമ്മുടെ ആരോഗ്യം, അതായത് ദഹന വ്യവസ്ഥയും അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയും കുറയുന്ന ഒരു കാലമാണ് കർക്കിടകം അല്ലെങ്കിൽ മഴക്കാലം. അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ മരുന്ന് സേവ ചെയ്യുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ വീണ്ടെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഊർജ്ജസ്വലരായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടകത്തില് മരുന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ആർക്കൊക്കെ ഈ കർക്കിടക കഞ്ഞി ഉപയോഗിക്കാം എന്നുള്ള സംശയം ഉണ്ടാവും. വെച്ചാൽ പ്രായമായവരാക്കാം വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ചെറിയൊരു ജനറേഷനിലെ ആൾക്കാർ വിചാരിക്കും വയസ്സായവർക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും പ്രായഭേദമന്യേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് കർക്കിടക കഞ്ഞി. കാരണം അത് കുറച്ച് പ്രായമായവർ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടി ദഹിക്കാൻ എളുപ്പമുള്ള മരുന്നുകൾ ഇട്ടിട്ട് ചെയ്യാം. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സ്വാദിഷ്ടമായ രീതിയിൽ തേങ്ങാപ്പാല് അതുപോലെ തന്നെ ശർക്കര പിന്നെ അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ട് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം കുറെ പേർക്ക് ഉണ്ടാവും. കാരണം എല്ലാവരും മെഡിസിൻസ് എടുക്കുന്നവരാണ്, പ്രമേഹത്തിനും അതുപോലെ തന്നെ പ്രഷറിനും ഒക്കെ മരുന്ന് എടുക്കുന്നവരാണ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവും. പ്രമേഹ രോഗികളായാലും മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായാലും ആർക്കായാലും കർക്കിടക കഞ്ഞി കഴിക്കാം. പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടിയും തവിട് ഉള്ള പിന്നെ ബാർലി, തിന, ചാമ അങ്ങനെയുള്ള അരി ഇട്ടിട്ട് നമ്മൾക്ക് മരുന്ന് കൂടി ഇട്ടിട്ട് നമ്മൾക്ക് കഞ്ഞി വെച്ച് കഴിക്കാം. പിന്നെ സംശയം വരുന്ന പനിയുള്ള സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പനിയുള്ള സമയത്തും നമ്മൾക്ക് നമ്മുടെ ദഹന വ്യവസ്ഥ നോക്കി നമ്മുടെ ആരോഗ്യം നോക്കി നമുക്ക് കഴിക്കാം. ഒട്ടും ദഹിക്കാത്ത ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് ദഹനത്തെ ഒന്നും കൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിച്ചതിന് ശേഷം നമുക്ക് കർക്കിടക കഞ്ഞി കഴിക്കാം. പിന്നെ ഇത് എപ്പം ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടാവാം. അതും അതിന്റെ ഉത്തരവ് തന്നെയാണ്, ഒരു നേരത്തെ ഇതായിട്ട് നമ്മൾക്ക് കഴിക്കാം. കാരണം ഇതിലൂടെ നമുക്കൊരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമാണ് കർക്കിടക കഞ്ഞി. അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ അത്താഴത്തിന് പകരമായി നമ്മൾക്ക് കർക്കിടക കഞ്ഞി കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സംശയം വരുന്ന കർക്കിടക കഞ്ഞിക്കൊപ്പം നമുക്ക് എന്ത് കഴിക്കാം. കർക്കിടക കഞ്ഞിക്കൊപ്പം നമ്മൾക്ക് ധാന്യങ്ങൾ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കാം. ചെറുപയർ, മുതിര പോലെയുള്ളത് കഴിക്കാം. പിന്നെ എണ്ണമയം കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അധികം മസാലകൾ ഇടാത്ത കറികളും കർക്കിടക കഞ്ഞിക്കൊപ്പം നമ്മൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ പഥ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ കർക്കിടക കഞ്ഞി കഴിക്കുന്ന സമയത്ത് പൊതുവെ എണ്ണമയം കൂടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. തണുത്ത ആഹാരം, തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, അത് ശ്രദ്ധിക്കുക. പിന്നെ അതാണ് മെയിൻ ആയിട്ടുള്ള പഥ്യങ്ങൾ. പിന്നെ എത്ര ദിവസം ഉപയോഗിക്കാം എന്നുള്ളതാണ്. തുടർച്ചയായി 7 ദിവസം അല്ലെങ്കിൽ 14, 21, 28 ഇതെല്ലാം നമ്മുടെ ഗുണപ്രദമാണ്. തുടർച്ചയായി മരുന്ന് കഴിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ചെറിയ ഒരു ഇത്. അപ്പോൾ എല്ലാവരും ഇന്ന് വന്ന് കഞ്ഞിയൊക്കെ ഇവിടെ നമ്മൾ കഞ്ഞി തരും. അതുപോലെ തന്നെ മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് വെക്കുന്ന രീതി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വെച്ച് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുകയാണ്. മാസത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് മുതലേ നമ്മൾ പറഞ്ഞേക്കുന്നത് പഞ്ഞമാസമാണ് എന്നാണ്. കാരണം ഇപ്പോൾ ആ കർക്കിടക മാസമൊക്കെ മാറി. ഇപ്പൊ എല്ലാ മാസവും ഒരുപോലെയായി നമുക്ക് എല്ലാവർക്കും. പണ്ട് അതായത് നമുക്ക് ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ 15 മുതൽ ഏകദേശം ഓഗസ്റ്റ് 15, 16 വരെയാണ് കർക്കിടക മാസം നമുക്ക്
ഇപ്പോഴും മുന്നേയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. അന്ന് പണ്ടത്തെ കാലത്ത് എല്ലാം ഞാറുനടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പണിയില്ലാതെ നല്ലോണം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലൊരു അടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അന്നാണ് അപ്പോൾ നമ്മൾ ഔഷധക്കഞ്ഞികളൊക്കെ നിറയെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം അന്ന് തകര അല്ലെങ്കിൽ അതുപോലുള്ള പച്ചക്കറികൾ നമ്മൾ വളരെ ആ ഒരു മാസത്തിൽ കഴിക്കാവുന്ന പച്ചക്കറികൾ നമ്മൾ ഒരുപാട് നമ്മുടെ വീട്ടുകാർ നമുക്ക് ചെറുപ്രായത്തിലൊക്കെ ഉണ്ടായി. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി. എന്നും മന്തി മതി, അൽഫാം മതി എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പഴമയെ നിലനിർത്താനും നിങ്ങളുടെ ശരീരത്തെ വീണ്ടും ഒരു വർഷത്തേക്ക് ഊർജ്ജസ്വലമാക്കാനൊക്കെയാണ് ഈ കർക്കിടകക്കഞ്ഞി ഇപ്പോൾ ഇത്രയധികം പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇത്തരം കൂട്ടായ്മകളിലൂടെ ഇത്രയും ആയുർവേദ ഹോസ്പിറ്റലുകളിലെ മുന്നൊരുക്കങ്ങളിലൂടെ നമ്മളതൊക്കെ കുടിച്ച് നമ്മുടെ ആ പഴയ തനിമയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇതുപോലുള്ള അസുഖങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൊരു സമ്പൂർണ്ണ സംതൃപ്തി വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഔഷധക്കഞ്ഞി കുടിച്ചുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാം. എല്ലാവർക്കും അല്ലേ? എല്ലാവരും കൊടുക്കും. എല്ലാവർക്കും കൊടുക്കും. ഇല്ല, അത് കൊടുക്കൂ. ഇല്ല, എടുത്ത് കുടിക്കണം. ഓക്കെ. മൂന്നാര 4 4 5 5 ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് വിവോക് മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ,